വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ 6, 7, 8 എന്നീ ക്ലാസ്സുകളിൽ നമുക്ക് ഉപപാഠപുസ്തകത്തിൽ നിന്ന് ദുറൂസിൽ നിന്ന് 40 മാർക്കേ ഉണ്ടാകൂ. അതുപോലെ ഉപപാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് 10 മാർക്കേ ലഭിക്കുള്ളൂ. 10ൽ ഓരോ കുട്ടിക്കും എത്ര ലഭിക്കും, ഇതെന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാകും. ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ്, പരീക്ഷയുടെ മുമ്പ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. തിരക്ക് കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉസ്താദുമാരായ ആളുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണാം. ദുറൂസിലും അതുപോലെ തന്നെ ഉപപാഠപുസ്തകം നമുക്ക് എഴുത്തു പരീക്ഷയായിട്ട് വരുന്നില്ല. അത് നമുക്ക് പരീക്ഷ കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഉപപാഠപുസ്തകം ഒരിക്കലും എഴുത്തു പരീക്ഷയ്ക്കുള്ളതല്ല. അത് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിച്ചുകൊണ്ട് അവരെ ആ പ്രവർത്തനത്തിന്, അവരുടെ ആ ഒരു ചിന്താഗതിക്കാണ് മാർക്ക് ലഭിക്കുന്നത്. അവരെത്രത്തോളം ആ പ്രവർത്തനം ഓരോ ഉപപാഠപുസ്തകത്തിലും ഓരോ ചാപ്റ്ററുകളിലും അവസാനത്തിൽ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും, പ്രവർത്തനങ്ങൾ. അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഓരോ കുട്ടികളും വിലയിരുത്താൻ കഴിയും. അവരെത്രത്തോളം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട്. ബുദ്ധിയല്ല നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്, അവരുടെ ആ ഒരു അതിനെ കുറിച്ചുള്ള എത്രത്തോളം അറിവുകളുണ്ട് എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് അതുമായി അടുക്കുന്നതും, അതുപോലെ എന്താണ് അവരുടെ ആ ചിന്താഗതി, അതിനോടുള്ള മനോഭാവം എന്താണ് എന്നൊക്കെയാണ് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ദുറൂസ് പരീക്ഷയ്ക്ക് 40 മാർക്കിലാണ് പരീക്ഷ നടക്കുന്നത്. ശ്രദ്ധിക്കണേ, 40 മാർക്കിലാണ് ദുറൂസ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ബാക്കി 10 മാർക്ക് അതെവിടെ? ആ 10 മാർക്ക് എവിടെയാണ്? ആ 10 മാർക്കാണ് നമ്മൾ ഈ ഉപപാഠപുസ്തകത്തിന് 10 മാർക്ക് ഉണ്ട് അറിയില്ലേ, ആ 10 മാർക്ക് അതാണ്. ഇതെങ്ങനെ ഉപപാഠപുസ്തകത്തിൽ നിന്ന് മാർക്ക് കൊടുക്കുക? ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഉപപാഠപുസ്തകത്തിൽ മുഹറം ഉൾപ്പെടെയുള്ള പാഠഭാഗത്തിൽ നിന്നും 4 ചാപ്റ്ററുകളാണ് എടുക്കേണ്ടത്. അതായത് 4 പാഠങ്ങൾ എടുക്കണം. ഓരോ മാസത്തിലും 3ാമത്തെ ഞായറാഴ്ചയാണ് ദുറൂസിലെ 1ാമത്തെ പാഠം എടുക്കേണ്ടത്. അടുത്ത മാസത്തിൽ 3ാമത്തെ ഞായറാഴ്ചയാണ് 2ാമത്തെ പാഠം എടുക്കേണ്ടത്. അങ്ങനെ ഷവ്വാൽ, അതുപോലെ ദുൽഖഅദ്, ദുൽഹിജ്ജ, പിന്നെ മുഹറം. അപ്പോൾ മൊത്തം 4 ആയില്ലേ. ഓരോ മാസത്തിലും 3ാമത്തെ ഞായറാഴ്ച. അങ്ങനെയാണ് സത്യത്തിൽ അതിൻ്റെ രീതി. അങ്ങനെ ഓരോ മാസത്തിലും നടക്കുമ്പോഴും ആ കുട്ടിക്ക് 10ലാണ് മാർക്കിടേണ്ടത്. ഇപ്പോൾ 1ാമത്തെ പാഠം എടുത്തു കഴിയുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വായിപ്പിച്ച, എന്നിട്ട് അതിൽ പ്രവർത്തനം ചെയ്ത് കൊണ്ടുവരാൻ പറയാം. അപ്പോൾ അതിലെ ആക്ടിവിറ്റീസ് അവന് ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൽ ആ കുട്ടിക്ക് 10ൽ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന മാർക്ക് നല്ല പെർഫെക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് തന്നെ കൊടുക്കുക. എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ പോയിൻ്റ് കമ്മിയായിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് മാർക്ക് കുറക്കുക. ഇങ്ങനെ ഓരോ മാസത്തിലും ഓരോ പാഠം എടുത്ത ശേഷം അവരെക്കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെക്കൊണ്ട് വായിപ്പിച്ച ശേഷം അതിലെ ആക്ടിവിറ്റീസ് അവരെക്കൊണ്ട് തന്നെ ചെയ്യിച്ചുകൊണ്ട് അവർക്ക് 10ൽ എത്ര മാർക്ക് ഉണ്ടെന്ന് ഓരോ മാസത്തിലും 10 മാർക്ക് വീതം എന്ത് ചെയ്യുക, എഴുതിപ്പിക്കുക. 10 മാർക്കിൽ ഈ പ്രവർത്തനം എഴുതിപ്പിച്ച ശേഷം ഓരോ മാർക്കിൽ, ഇപ്പോൾ 1ാമത്തെ ഷവ്വാൽ മാസത്തിൽ ആ കുട്ടിക്ക് കിട്ടിയത് 8 മാർക്കാണ്. നല്ല ശ്രദ്ധിക്കണം. അതായത് എങ്ങനെയാണ് ഇത് മാർക്ക് കൂട്ടുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഉസ്താദുമാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പുതിയ സിലബസ് ആയതുകൊണ്ട് ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഉപപാഠപുസ്തകം ഇതുവരെയായിട്ടും ഈ രീതിയിൽ പരീക്ഷ നടത്താത്തവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 1ാമത്തെ മാസം ഷവ്വാൽ മാസത്തിൽ ആ കുട്ടിക്ക് 10ൽ 8 മാർക്കാണ് ലഭിച്ചത്. 2ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ദുൽഖഅദിൽ ആ കുട്ടിക്ക് കിട്ടിയത് 9 മാർക്കാണ്. പിന്നെ അടുത്ത മാസത്തിലെ പാഠഭാഗം വായിച്ച് അതിൽ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് കിട്ടിയത് ഉസ്താദ് കൊടുത്തത് 8 മാർക്കാണ്. പിന്നീട് അവസാനത്തിൽ മുഹറം മാസം ഉൾപ്പെടുത്തിയിട്ടാണ് പരീക്ഷ ഉണ്ടായത്. അപ്പോൾ മുഹറം മാസത്തിൽ ആ കുട്ടിക്ക് 10ൽ 10 തന്നെ കിട്ടി. ഓക്കെ, ഓരോ മാസത്തിലും 10ലാണ് മാർക്ക് ഇടേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്? ഇതിപ്പോൾ ഏകദേശം 40 മാർക്കിൻ്റെ എടുത്തു വരുമല്ലോ അങ്ങനെയാണെങ്കിൽ, ടോട്ടലായിട്ട് കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ 8+, അതുപോലെ 9+, അതേപോലെ 8+, പിന്നെ 10 കിട്ടിയത്. ഇനി ചെയ്യേണ്ടത്
ഓരോ പരീക്ഷയ്ക്കും, അതായത് ഓരോ മാസത്തിലും മൂന്നാമത്തെ ഞായറാഴ്ച നടത്തുന്ന ആ ഒരു ആക്ടിവിറ്റീസിൽ ആ കുട്ടിക്ക് ലഭിച്ച മാർക്ക് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ മാസത്തിൽ കിട്ടിയത് 8 മാർക്കാണ്. 8 മാർക്ക് അവിടെ എഴുതുന്നുണ്ട്, 8 മാർക്ക് ലഭിച്ചു. രണ്ടാമത്തേൽ കിട്ടിയത് 9 മാർക്കാണ്. പിന്നെ കിട്ടിയത് 8 മാർക്ക്, പിന്നെ കിട്ടിയത് 10 മാർക്ക്. ഇതൊക്കെ പാടെ കൂട്ടിയാൽ എത്ര കിട്ടും? 35 കിട്ടും. 35 മാർക്ക് കിട്ടും. ഇനി ഈ മാർക്കിനെ മൊത്തത്തിൽ 35 മാർക്കായിട്ടോ. ഇനി 35 ഹരിക്കണം 4. ഈ 35 ഹരിക്കണം 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുക 8.75 മാർക്കാണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഏകദേശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8.75. ഇനി വേണമെന്നുണ്ടെങ്കിൽ 9 ആക്കാം, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് 9 മാർക്ക് ലഭിച്ചില്ല. ഈ 9 മാർക്കാണ് നമ്മളിവിടെ കൊടുത്ത ദുറൂസിൻ്റെ 40 മാർക്കിൻ്റെ കൂടെ കൂട്ടേണ്ടത്. അപ്പോൾ മൊത്തം എത്രയായി? 49 മാർക്കായി അല്ലേ? അത് പരീക്ഷൻ്റെ പേപ്പറിൽ അത് സെപ്പറേറ്റ് ഉപപാഠപുസ്തകത്തിന് ഇത്ര മാർക്കാണ്, അതുപോലെ ദുറൂസിന് ഇത്ര മാർക്കാണെന്ന് പ്രത്യേകം അവിടെ ഒരിത് കൊടുത്തിട്ടുണ്ട്, കോളം കൊടുത്തിട്ടുണ്ട് അത് എഴുതാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പരീക്ഷ നടത്തിയിട്ട് ദുറൂസിന് 40 മാർക്കും അതുപോലെ ഉപപാഠപുസ്തകത്തിൽ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് അവരുടെ ആ പ്രവർത്തനത്തിന് ഓരോ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയും മാർക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ അത് നടത്താത്തവരുണ്ടെങ്കിൽ വരുന്ന ഇപ്പോൾ ശനിയാഴ്ച ലീവാണല്ലോ, അതായത് നാളെ ലീവാണ്, ഞായറാഴ്ച വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിച്ച് കൊണ്ടുവരാൻ പറയാം. അപ്പോൾ ഈ രീതിയിലാണ് ഉപപാഠപുസ്തകത്തിൽ നമുക്ക് മാർക്ക് ലഭിക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.